ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങൾ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. പെരിങ്ങോട്ടുകരയിൽ വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നാടുവിട്ട പ്രതിയെ ഉത്തരാഖണ്ഡിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് സംഘം പിടികൂടി. കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാഗേഷിന്റെ സംഘാംഗവും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ചാഴൂർ സ്വദേശി പുതിയ വീട്ടിൽ 29 വയസ്സുള്ള ഷെജിർ എന്ന് വിളിക്കുന്ന ഷാജഹാനെയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് പിടികൂടിയത്. കാതിക്കൂടത്ത് വീട്ടിൽ 63 വയസ്സുള്ള ലീലയെയാണ് ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 17-നാണ് കേസിനാസ്പദമായ സംഭവം. പെരിങ്ങോട്ടുകര സ്വദേശിനി സൗമ്യയുടെ വീട്ടിലേക്ക് വടിവാളുമായി അതിക്രമിച്ച് കയറിയ ഷാജഹാനും മറ്റൊരു പ്രതിയായ പെരിങ്ങോട്ടുകര സ്വദേശി ശ്രീബിനും സൗമ്യയുടെ മകൻ ആദിത്യകൃഷ്ണനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുകയും മകൻ ഇവിടെയില്ലെന്ന് പറഞ്ഞ് സൗമ്യയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. ബഹളം കേട്ട് ഇവിടെ എത്തിയപ്പോഴാണ് സൗമ്യയുടെ വല്യമ്മ ലീലയെ ആക്രമിച്ചത്. ആക്രമണത്തിൽ ലീലയുടെ ഇടത് കൈയിൽ വെട്ടേറ്റു. ഷാജഹാനാണ് ലീലയെ വെട്ടിയത്. ആളുകൾ ബഹളം വെച്ചതോടെ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. കൂടാതെ ഷാജഹാൻ കാട്ടൂർ സ്വദേശിനിയായ യുവതിയുടെ വീട്ടിലെത്തി ഇയാൾക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിലുള്ള കേസ് പിൻവലിക്കണമെന്ന് പറയുകയും ഭീഷണിക്ക് വഴങ്ങാതിരുന്ന യുവതിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അലമാരയിൽ നിന്ന് 14,000 രൂപയോളം വിലമതിക്കുന്ന മൊബൈൽ ഫോൺ കവർച്ച നടത്തുകയും ചെയ്തു. സംഭവം പോലീസിൽ അറിയിക്കാൻ ശ്രമിച്ച യുവതിയുടെ മകളെ ഇയാൾ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഷാജഹാൻ യുവതിയോട് കൂടെ ചെല്ലാൻ പറയുകയും വിസമ്മതിച്ച യുവതിയുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ 2 സംഭവങ്ങൾക്ക് കാട്ടൂർ സ്റ്റേഷനിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ഇയാൾ സംസ്ഥാനം വിടുകയായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാഗേഷിന്റെ സംഘാംഗമായ ഷാജഹാൻ സ്ഥിരം ക്രിമിനലാണെന്ന് പോലീസ് പറഞ്ഞു. കുറ്റകൃത്യത്തിനു ശേഷം മുങ്ങിയ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ട്രെയിൻ, ബസ് യാത്രകൾ ഒഴിവാക്കി ദീർഘദൂരം കാൽനടയായി നടന്നുമായിരുന്നു സഞ്ചാരം. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. ഡൽഹിയിൽ നിന്ന് 350 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ച് ദിവസങ്ങളെടുത്താണ് ഇയാൾ ഉത്തരാഖണ്ഡിലെത്തിയത്. എന്നാൽ പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. തുടർന്ന് 10 ദിവസം മുൻപാണ് പോലീസ് സംഘം ഉത്തരാഖണ്ഡിലേക്ക് പുറപ്പെട്ടത്. കേരള പോലീസ് സംഘം സീതാർഗഞ്ച് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പെട്ടെന്നുള്ള നീക്കങ്ങളിലാണ് ഷാജഹാൻ അറസ്റ്റിലായത്. ചെറിയ ദാബയിൽ പഞ്ചാബി വേഷത്തിൽ ക്ലീനിംഗ് ജോലി ചെയ്യുകയായിരുന്നു പ്രതി. മഫ്തിയിൽ സീതാർഗഞ്ച് പോലീസിനൊപ്പം 2 ദിവസത്തെ രഹസ്യ നിരീക്ഷണം നടത്തിയാണ് ഇയാളെ പിടികൂടിയത്. നിരവധി പ്രതിസന്ധികൾ കടന്നാണ് പോലീസ് സംഘം സീതാർഗഞ്ചിലെത്തിയത്. പോലീസ് സംഘം ഡൽഹി വരെ എത്തിയ സമയത്താണ് പാകിസ്ഥാനുമായുള്ള യുദ്ധ സാഹചര്യമുണ്ടായത്. അന്വേഷണം പാതി വഴിയിൽ മുടങ്ങുമോ എന്നയിടത്തു നിന്നും പ്രതിസന്ധികൾ മറികടന്ന അന്വേഷണമാണ് ഫലം കണ്ടത്. ഉത്തരാഖണ്ഡിൽ നിന്നും പിടികൂടിയ ഇയാളെ അവിടെ കോടതിയിൽ ഹാജരാക്കിയാണ് കേരളത്തിലെത്തിച്ചത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് വൈകിട്ട് 4-ന് തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഷാജഹാൻ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമമടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൂടാതെ വലപ്പാട്, കയ്പമംഗലം, കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളിലായി കവർച്ച, വീട് കയറി ആക്രമണം, അടിപിടി എന്നിങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളുമുണ്ട്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ നിർദ്ദേശപ്രകാരം റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS, ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഷാജഹാനെ പിടികൂടിയത്. അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ AS സരിൻ, കാട്ടൂർ ഇൻസ്പെക്ടർ EU ബൈജു, SI-മാരായ M. അരുൺകുമാർ, ജോസി ജോസ്, നൌഷാദ് AK, സീനിയർ CPO-മാരായ ES ജീവൻ, KS ഉമേഷ്, സുർജിത് സാഗർ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജ്വല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്.
ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഒരുമനയൂർ 916 BIS ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് 925 സ്റ്റെർലിംഗ് സിൽവർ ഓർണമെന്റ്സ്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.